എന്തായാലും പറഞ്ഞ് റമദാൻ മാസം എന്താ ഇങ്ങനെ തീർന്നു. ഇനിയിപ്പോൾ നാളെ നോമ്പ് ഉണ്ടാവുമോ എന്നറിയില്ല. പിന്നെ പെരുന്നാളാവോ ഒന്നും അറിയില്ല. ഇത് ചിലപ്പോൾ എൻ്റെ അവസാനത്ത് റമദാൻ വ്ലോഗായിരിക്കും. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും എന്താ ഒരു അഡ്വാൻസ്ഡ് ഈദ് മുബാറക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പലിശക്ക് കയറിയതാണ് കേട്ടോ മോൾക്ക്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പണിക്ക് വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പം കുറേ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. എന്നാലും ഇതുമൂലം മുഴുവനായിട്ടില്ല കേട്ടോ. അവളത് കുറച്ചും കൂടി ഉണ്ട്. പക്ഷേ പിന്നെ 12 മണിയായപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങി. ഭയങ്കര ചൂട്, നിൽക്കാൻ കഴിഞ്ഞില്ല, തലയ്ക്ക് വേദന ആവും. അപ്പോൾ പിന്നെ ഒരു 12 മണി വരെ ഞാൻ ഇരുന്നു കേട്ടോ. പക്ഷേ അവളത് ഇനി കുറച്ചും കൂടി മുഴുവനാക്കാണ്ട് പാൻറ്റ് തയ്ച്ചു. ഇനി ടോപ്പും കൂടി ഉള്ളൂ. ടോപ്പ് പകുതി തയ്ച്ചു, ഇനി ഇച്ചിരി കൂടി ഉള്ളൂ. ഇനി എന്താ പറയുക, നാളത്തെ കയറാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. ഇതിപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണല്ലോ. ഇന്ന് എന്തായാലും ഒരു വ്യാഴാഴ്ച കൂടി, വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ആയിരിക്കും അല്ലേ പെരുന്നാൾ. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് പലിശക്ക് കയറിയപ്പോൾ തന്നെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പാലപ്പാവാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊരു ഈസി ആക്കാമെന്ന് കരുതി. കാരണം ഒന്ന് കിടക്കണം, ചെറിയ അല്ലറ ചില്ലറ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. പിന്നെ നല്ല ക്ഷീണമുണ്ട്. പലിശക്ക് ഉറങ്ങാത്തത് കൊണ്ട് കുറച്ചൊരു അരമണിക്കൂർ 1 മണിക്കൂറൊന്നും ഉറങ്ങിയാൽ ഇത്ര ക്ഷീണം ഉണ്ടാവില്ല അല്ലേ. പക്ഷേ കിടന്ന് പോയാൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ കിടന്ന് 11 മണി വരെ കിടക്കും കരുതിയിട്ടാണ് പിന്നെ ഞാൻ വേഗം കയറി പോണത്. എന്തായാലും ഒരു വിധമൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് പിന്നെ അത് പാലപ്പത്തിനുള്ള അരച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ നമുക്ക് കുറേ പണി തീർന്നാൽ ഒന്ന് സമാധാനത്തോടെ കിടക്കാമല്ലോ. കുറച്ച് നേരം ഒന്ന് കിടന്ന് എണീറ്റാലോ എന്ന് എഴുതിയിട്ടാണ് വേഗം പണി തീർക്കുന്നത്. അപ്പോൾ അരി നന്നായിട്ട് കഴുകുന്നുണ്ട്. പിന്നെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങ ഞാനൊന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു പകുതി എടുത്തു. ഒരു 1/2 കിലോനോളം അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നോമ്പല്ല, നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് നോമ്പ് തുറക്കുമ്പോൾ അളക്കാൻ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാമല്ലോ. പിന്നെ പലിശക്കും വേണ്ടേ, 1/2 കിലോൻ്റെ ഏറെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ചോറും. ഇത് 2 ദിവസം മുമ്പ് മൂപ്പർക്ക് പലിശക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തക്കാളി താളിപ്പും ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ചോറ് ബാക്കിയുള്ള വേഗം എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ അവിൽ പിന്നെ ഇട്ടാൽ മതി. അതുപോലെ അങ്ങനെ 1-2 സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിതുവരെ അതൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തത് കൊണ്ട് എനിക്കൊരു ടെൻഷനാണ്. പിന്നെ അത് മാത്രമല്ല, നോമ്പല്ലേ, ബാക്കിയുള്ള ദിവസമാണെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എന്നിട്ട് പിന്നെ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഫുഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനല്ലേ, നല്ല രീതിയിൽ കഴിക്കണ്ടേ. അപ്പോൾ എനിക്ക് ടെൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ ചോറ് എന്തായാലും വെച്ചത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു ദിവസം നോമ്പ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണം. അവിലിട്ടിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിലേക്ക് ചോറുന്നാൽ പിന്നെ ചോറിന് പകരമായിട്ട് എന്നാൽ പിന്നെ സുഖമാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം അരച്ച് വെച്ച് പഞ്ചസാരയും ഈസ്റ്റും പിന്നെ അരിയും ചോറൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ച് ഒരു 2 പ്രാവശ്യമായിട്ട് അരക്കേണ്ടി വന്നു കേട്ടോ. അരച്ചിട്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതവിടെ നന്നായിട്ട് കൈ നല്ല കഴുകിയിട്ട് കൈ കൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്. പെട്ടെന്ന് മാവൊക്കെ വന്നോടെ സമയം 12:30 ആയിട്ടുണ്ട്. ഞാൻ ഇറങ്ങി വന്ന് ഒരു 10 മിനിറ്റ് ആയില്ലേ. അപ്പോൾ എന്തായാലും അതവിടെ സെറ്റായി. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ പലിശക്കുള്ള പാത്രങ്ങൾ, അത് കുറച്ച് തിന്ന പാത്രം മാത്രമേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതുമ്പോൾ കളിക്കാൻ നിന്നാൽ അതിനെ നേരിടുള്ളൂ. വേഗം എനിക്ക് ടെൻഷനായിട്ട് വേഗം ഓടിപ്പോയതാട്ടോ ഞാൻ മോൾക്ക്. പിന്നെ അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് കഴുകി. പിന്നെ ഇന്നലെ പുട്ടായിരുന്നല്ലോ. അപ്പോൾ പലിശക്ക് ഞാൻ ആ പുട്ട് തന്നെ ചുട്ടുകഴിഞ്ഞ് മാവ് എടുത്ത് വെച്ചിരിക്കുന്നു പുട്ടിൻ്റെ. അപ്പോൾ അതിൻ്റെ പാത്രം കഴുകാനും അതൊക്കെയാണ് കഴുകാനുള്ളത് കേട്ടോ. എന്തായാലും ഒക്കെ ഒന്ന് കഴുകി ഇവിടേക്ക് ഒന്ന് തുടച്ച് സെറ്റാക്കി ഒന്ന് ലാസ്റ്റ് ആ ഒരു സ്പ്രേ ഒക്കെ അടിച്ച് ഇങ്ങനെ ഒന്നൊന്ന് തുടച്ചാൽ അതിൻ്റെ ഒരു സമാധാനം അതൊരു വേറൊരു ലെവൽ തന്നെയാണ്. അങ്ങനെ കിച്ചണത്തെ പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ച് അലക്കിയതിനുണ്ട്, അതെടുത്ത് തോരടാനുണ്ട്. പോരാത്തന്നെ നമ്മൾ തോരട്ടത് പിന്നെ ഉണങ്ങിയിട്ടുണ്ട്, അതെടുത്ത് മടക്കി വെക്കാനും അങ്ങനത്തെ ചില്ലറ പണിയുണ്ട്. അപ്പോൾ അതാ നമ്മൾ നല്ല വെയിലത്ത് നല്ല പൊരിഞ്ഞ് ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതൊക്കെ വേഗം എടുത്തിട്ട് പിന്നെ മടക്കി വെക്കാമെന്ന് കരുതിയപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള സോഫയിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ടു. അതിന് ശേഷം നമ്മുടെ വാഷിംഗ് മെഷീനിലുള്ള തുണികളൊക്കെ ഒന്ന് എടുത്ത് തോരയിടാണ് കേട്ടോ. കുറച്ചുള്ളൂ, അധികമൊന്നുമില്ല. ഞാൻ രാത്രി അലക്കി വെച്ചതാണ്. പിന്നെ അലക്കാനുള്ളത് വെള്ളകളൊക്കെ പാടിട്ടിട്ട് മൂപ്പര തുണിയും ഇതുമൊരു യൂണിഫോമും കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ ഞാൻ ഇന്നലെ രാത്രി അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി
അതങ്ങനെ അവിടെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതവിടെ അലക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് വെള്ളം അങ്ങനെ അലക്കിയാൽ നല്ല നന്നായിട്ട് നിറം വെക്കുന്നുണ്ട്, നല്ല ഇതുണ്ട്. അപ്പോൾ അവിടെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് ബാക്കി കുറച്ച് പിന്നെ ഇതുമൂൻ്റെയും പിന്നെ മോള് വന്നപ്പോൾ കഴിച്ചിട്ട് പോയതും ഐറൂസിൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഈ വിരിച്ചിടുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് അവിടെ വിരിച്ചിട്ടു. പെട്ടെന്ന് എന്താ ജീൻസ് പോലത്തെ കട്ടുള്ളത് ഉണങ്ങാത്തതൊക്കെ ആ ഒരു പിന്നെ അരൂത്ത ഇതുമൊക്കെ ഉണ്ടോ ഇമ്മക്ക് ഇട്ട് കൊടുത്തു. ബാക്കി പിന്നെ നമ്മളെ ചുരിദാറും കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ അയലുമൊക്കെ മൂന്നാമത്തെ അയലുമൊക്കെ ഇട്ടെടുത്തിട്ട്, കാരണം അമ്മ അതിന് വെയില അല്ലേ, തുണികളൊക്കെ അയലുമ്പോൾ കടന്നു ഇങ്ങോട്ട് നിരക്കാണ്. പിന്നെ ഞാൻ വേഗം അകത്തേക്ക് വന്നപ്പോഴാണ് നമ്മളിവിടെ കൊണ്ടിട്ട് വെച്ച ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെച്ച് മറ്റേ റീൽസിൽ കാണുന്ന പോലെ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞാലും പണി ഇങ്ങോട്ട് തിരിഞ്ഞാലും പണി എന്നുള്ള ഒരു അവസ്ഥയാണ്. ഏതായാലും അതൊക്കെ ഒന്ന് കുട്ടികളെ ജീൻസും കാര്യങ്ങളൊക്കെ മുകൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ വേറെ സെക്ഷനും ഇവിടെ വെക്കാനുള്ളത് വേറെ സെക്ഷനൊക്കെ ആയിട്ട് അങ്ങനെ മടക്കി ഒതുക്കി വെച്ച് അതിൻ്റെ അടി കൂടെ ഐറൂസിൻ്റെ കൊണ്ടിട്ടാൽ ഓൻ്റെ ഇതില്ലാത്ത കലാപരിപാടികളില്ല. ഏതായാലും ഒക്കെ ഒന്ന് മടക്കി വെച്ച് ഒക്കെ കൊണ്ടുപോയി വെച്ച് സെറ്റാക്കി. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ കിടന്ന ശേഷമാണ് ചിക്കൻ നന്നാക്കാൻ വന്നത് കേട്ടോ. ചിക്കൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിലല്ല, ഫ്രീസറിന് നേരെ താഴെയുള്ള ആ ഒരു ഭാഗത്ത് വെച്ചൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ അത് നന്നാക്കി വെക്കാനായിട്ട് ടെൻഷനുണ്ട്. പക്ഷേ ഭയങ്കര ക്ഷീണം, കാരണം ഒന്ന് കിടക്കണം എന്ന് വിചാരിച്ചിങ്ങനെ പണിയെടുത്തിട്ട് കിടക്കാഞ്ഞിട്ട് എന്തോ പോലെ. അപ്പോൾ ഞാൻ അടിച്ചു വരാനും തുടക്കാനൊന്നും നിൽക്കാതെ തന്നെ കിടന്നിട്ട് ഇന്നലെ രാത്രിയിട്ട് ഒന്ന് അടിച്ചേരി തുടച്ചിട്ടുണ്ടായിരുന്നു. ഇതും രാത്രി ചിലപ്പോൾ ഒക്കെ ഒരു പിരാന്താണ്, ഉള്ളണ്ട് അടിച്ചേരി തുടക്കും. അപ്പോൾ അതുണ്ടല്ലോ. പക്ഷേ ഓൾത് നമ്മൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. പഠിക്കല്ലേ, ഓൾ പഠിക്കണമല്ലേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഉള്ളിക്കും എന്താ എൻ്റെ അടിക്ക് കട്ടിൻ്റെ അടിക്ക് ഒന്നും പോകില്ല. അപ്പോൾ ഞാൻ പിന്നെ ഓളില്ലാത്ത സമയത്തൊക്കെ മെല്ലെ ഞാൻ തന്നെ അടിച്ചു വാരും കേട്ടോ. എന്തായാലും ഞാൻ ചിക്കൻ കഴുകിയോണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഐറൂസും മോളും വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഇന്നത്തെ അടിച്ചു വരെ തുടക്ക പരിപാടികളൊക്കെ അവിടെ സ്റ്റോപ്പാക്കിയിട്ട് വെക്കുന്നു. ഇനി ഞാൻ രാത്രിയാണ് കേട്ടോ, ഒരു പോയതിൻ്റെ ശേഷം രാത്രിയാണ് പിന്നെ എല്ലാ ക്ലീനും ചെയ്തത്. അപ്പോൾ ഇതാ ഇവിടെ ഐറൂസ് വന്ന് ഉറങ്ങിയേനു കേട്ടോ. അപ്പോൾ എണീറ്റ് വന്നിട്ട് ഒന്ന് ചായ കൊടുത്തിട്ടുണ്ട്. അത് കുടിച്ച് കണ്ട് ഇപ്പച്ചിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ ചിക്കൻ കഴുകിക്കൊണ്ട് നിൽക്കുന്നല്ലോ, ആ സമയത്താണ് തുത്തു വീഡിയോ കോൾ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ തുത്തുനോടും മോളും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ തമാശയും പറഞ്ഞു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ചിക്കൻ കറി ഉണ്ടാക്കി. പിന്നെ അപ്പം ആയതുകൊണ്ട് ടെൻഷനില്ല കേട്ടോ, കാരണം ആ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതൊരു സമാധാനമുണ്ട്. പിന്നെ മോളൂരും ഹസ്ബൻഡിന് അന്ന് നമ്മൾ സൽക്കാരം ഉണ്ടാക്കിയെന്നല്ലോ, അന്ന് ഓന് പാലൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എന്താ ഓള് മടങ്ങിപ്പോയപ്പോൾ പത്തിരിയും കറി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഓന് ഭയങ്കര ഇഷ്ടമാണ് പത്തിരിയും തേങ്ങ വറുത്തരച്ച കറി. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞുണ്ടാക്കിയതാണ് ആ സംഭവം. അപ്പോൾ ഞാനത് ബാക്കി അത്യാവശ്യം ഉണ്ടല്ലോ, അപ്പം അത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. നുജൂമാണെങ്കിൽ ഇവരൊക്കെ പോണതിൻ്റെ മുന്നേ നുജൂം പോയതുകൊണ്ട് ഉമ്മാക്ക് ഉപ്പാക്ക് കൊടുത്തേക്കാൻ പറ്റിയില്ല കേട്ടോ. ഉമ്മയാണെങ്കിൽ ഫോൺ വിളിച്ചപ്പോൾ ചോദിച്ചു എനിക്ക് എന്ത് സംഭവം എത്തി കൊടുത്തേക്കാനേ ചോദിച്ചു. അപ്പോൾ എനിക്ക് അധികം ഇടങ്ങേറായി കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നമുക്ക് വേറെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കാമല്ലേ. അപ്പോൾ ഏതായാലും മോളുടെ ഹസ്ബൻഡിന് ഞാൻ പത്തിരിയും കറിയും കൊടുത്തയച്ച് പോകുമ്പോൾ ചോദിച്ചോലോ, എന്നാൽ പാലാക്കി എടുത്ത് വെച്ചുവിടേനോ, പാലാക്കി പിന്നെ കുറച്ച് കൊണ്ടുവന്നുവിടേനോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഏതായാലും മോളും ഐറൂസ് വന്നിട്ടുണ്ടല്ലോ. മോളും ഹസ്ബൻഡിന് ഇന്ന് ഇവിടെ എടവണ്ണപ്പാറ മുറിഞ്ഞമാട് ആ ഒരു ഭാഗത്ത് ഓലെ എല്ലാവരും കൂടെ, അതായത് ഓലെ മാഷ്മാരൊക്കെ ഓന് സ്കൂളാണല്ലോ, 2-3 സ്ഥലത്ത് സ്കൂളുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ കൂടെ വിളിച്ചിട്ട് ചെറിയൊരു നോമ്പ് തൂറ കൊടുക്കണം മാഷ്മാരെ മാത്രമായിട്ട്. അപ്പോൾ അങ്ങോട്ട് അവിടെ അതിനുള്ള ഒരു ഏൽപ്പിച്ച് കാണും, കാറ്ററിങ് പോലെ ഏൽപ്പിച്ച് കാണണം. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പം മോളുടെ ഹസ്ബൻഡ് നോമ്പ് തുറക്കാൻ പോകുന്നത്. അപ്പോഴാണ് ഇങ്ങോട്ട് പോണ വെഹിക്കിൾ അരീക്കോട് വഴിയാണല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഓൻ അങ്ങോട്ട് നോമ്പ് തുറക്കാനും പോയിട്ടുണ്ട്. ഗേൾസില്ല, പെണ്ണുങ്ങളൊന്നുമില്ല, ഈ മാഷ്മാർ മാത്രമേ ഉള്ളൂ. അല്ല ഒരു വൈഫും ഫാമിലിയൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഓളും കൊണ്ടുപോയി. ഇനി പക്ഷേ ആരുമില്ല, ഒരു മാഷ്മാർ മാത്രം. അപ്പം ഓളവിടെ ഇറക്കിയിട്ട് പോയതാണ്. അപ്പോൾ എന്തായാലും തിരിച്ച് ഓളെ പോകുമ്പോൾ കൊണ്ടുപോകാൻ വരുമ്പോൾ ഞാൻ കരുതി കുറച്ച് പാലാക്കി ഉണ്ടാക്കാമെന്ന്. ഏതായാലും ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. തുത്ത് അവിടെ എന്തൊക്കെയോ മടക്കി വെക്കുന്ന തിരക്കിലാട്ടോ. ഓള് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അലമാരൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്, അതൊക്കെ നന്നാക്കുന്ന പെരും ക്ലീനിങ്ങിലാണ്. അപ്പോൾ ആ ഡ്രസ്സ് കണ്ടതാത്ത ഈ ഡ്രസ്സ് കണ്ട ഇത് കൊള്ളണില്ല, ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ടാണ് ഞങ്ങളിത് മടക്കി വെക്കണത് കേട്ടോ. ഒരുപാട് കൊള്ളാത്ത ഡ്രസ്സുണ്ട്, കൊള്ളണേങ്ങാണ് കൊള്ളാത്തതാണ് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കും സങ്കടം എനിക്കും സങ്കടം. മൊത്തത്തിലെല്ലാവരും ഈ വെയിറ്റ് കൂടിയതിൽ ഭയങ്കര മാനസികമായിട്ട് സങ്കടത്തിലാണ് ഇപ്പോൾ. പിന്നെ ഞങ്ങളോട് പറഞ്ഞ് ടെൻഷൻ ആവണ്ട, നമുക്ക്
നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മാറ്റി പിടിക്കാം. എനിക്ക് പിന്നെ അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക എന്നുള്ള പരിപാടിയേ എനിക്കില്ല കേട്ടോ. അത് ഒന്ന് എന്താ വെച്ചാൽ നമ്മൾ വെയിറ്റ് കൂടിയല്ലോ എന്നുള്ള ഒരു ഇടങ്ങേറുണ്ടാവും. പക്ഷെ അപ്പോൾ തന്നെ കുറഞ്ഞോളൂ, ഇനിയിപ്പോൾ നാളെ തുടങ്ങാം അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡാണ്. പക്ഷേ മോളുമൊക്കെ ഭയങ്കര ഒരു ഒന്നാമത് മോള് നല്ല വെയിറ്റിന്ന് ഇത്തിരി കുറച്ചിട്ട് ഇപ്പോൾ അധികം കൂടിയിട്ടൊന്നുമില്ല. പക്ഷെ ഓക്ക് ഇങ്ങനെ തോന്നുക ആ പണ്ടത്തെ വെയിറ്റൊക്കെ എത്തിയെന്നിങ്ങനെ ഓക്ക് തോന്നുന്നിട്ട് ഓക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ പറഞ്ഞാൽ അതൊന്ന് ആലോചിച്ച് ടെൻഷനായി ഇങ്ങനെ വെറുതെ ഇടങ്ങേറായിക്കണ്ട ഒക്കെ റെഡിയാക്കുള്ളൂ. പിന്നെ അമ്മതിരി ടെൻഷനൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ അതിൻ്റെ വെയ്ക്ക് അങ്ങനെ നടന്നോളും എന്നുള്ള ഒരു മൈൻഡാണ് എനിക്ക്. ഏതായാലും ഞാൻ വേഗം പിന്നെ ചിക്കു ജ്യൂസാണ് ഇന്ന് ഈ അടിച്ച് വെക്കുന്നത് കേട്ടോ. ഇന്ന് ഞങ്ങളെ വീടിൻ്റെ രണ്ടപ്പുറത്തുള്ള അയലക്കത്തു നിന്ന് കൊണ്ടുവന്നതായിരുന്നു. പിന്നെ ചിക്കു സപ്പോട്ട അതുപോലെ മരത്തുമ്മൽ ഉണ്ടായതാണ്, വീട്ടിലുണ്ടായതാണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ പഴുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പഴുത്തിട്ടില്ല, തന്നപ്പോൾ കുറച്ച് കറയൊക്കെ ഉള്ള ആ ടൈപ്പായിരുന്നു. ഇപ്പോൾ പഴുത്തു. ഇന്ന് പഴുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതൊക്കെ തൊലിച്ച് വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ തോലൊക്കെ കളഞ്ഞ് മെല്ലൊക്കെ തോലൊക്കെ കളഞ്ഞ് എനിക്ക് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മിക്സിയിലിട്ടിട്ട് ജ്യൂസാക്കി പാലൊക്കെ പാർന്ന് ജ്യൂസാക്കി കൊടുത്തിട്ടോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് പറ്റൂല, കാരണം മൂപ്പർക്ക് പാലും പഞ്ചസാരയൊന്നും ഇട്ടാൽ പറ്റൂല. അപ്പോൾ ഞാൻ മക്കൾക്ക് നീനൊന്ന് വരുന്നുണ്ട്, അപ്പോൾ ഓൽക്ക് കണ്ട് അടിച്ചു വെച്ചു. പിന്നെ അതാ പഴം ഈ വാട്ടുന്നത് നമ്മൾ പാലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അപ്പം ഉണ്ടാക്കാനുള്ള മാവ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഐറൂസിന് ഒരു അപ്പം ചുട്ടുകൊടുത്തു. ഓനെ പിന്നെ വിശക്കുന്നുണ്ട്, നമ്മൾ വേറെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. ഓമ്പടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തലേന്നത്തെ എടുത്ത് വെക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓനൊന്നും ഇല്ലേന്നു. അപ്പോൾ ഞാൻ വേഗം അപ്പത്തിൽ നിന്ന് ഒന്നെടുത്തിട്ട് ചുട്ടെടുത്തു. അപ്പം ചുട്ടെടുത്തു. ഓനെ കഴിച്ചിട്ട് ഓന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ചിക്കൻ കറിയിൽ ഞാൻ ലിവർ മാത്രം എടുത്തിട്ട് കഴുകിയും കൊടുത്തു. അതൊക്കെ കൂട്ടിയിട്ട് ഓൻ അത് കഴിച്ചു. പിന്നെ അതാ നമ്മൾ പാലാക്കിയും സെറ്റാക്കി വെച്ചു. എൻ്റെ ഹസ്ബൻഡിനുള്ള ജ്യൂസ് അടിക്കാനുള്ള സമാമാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏറ്റവും ലാസ്റ്റത്തെ പരിപാടിയാണ് ഈ സമാമ് ജ്യൂസ്. അതും കഴിഞ്ഞ് പിന്നെ നമ്മൾക്കുള്ള ഓരോരുത്തർക്കുള്ള ജ്യൂസല്ല ഓരോരുത്തർക്കുള്ള അപ്പം ചൂടുകയാണ് കേട്ടോ. ഓക്ക് മുട്ട മാത്രം മതി എന്ന് പറഞ്ഞു. ഓള് നല്ല ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര പെരുന്നാൾ വരെയെങ്കിലും ഒന്ന് ഡയറ്റ് ചെയ്യട്ടെ, കാരണം പെരുന്നാൾക്ക് ഇത് എന്തായാലും ഫുഡ് കഴിക്കണ്ടേ, അപ്പോൾ ആ ദിവസത്തേക്ക് വെയിറ്റ് കുറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓള് 2 മുട്ടയും കൊണ്ട് പൊരിച്ചിട്ട് ചിക്കനും കറിയും കൊണ്ട് ഓള് സോഫയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഐറൂസിനെയും കൊണ്ട്. ഐറൂസ് ഇന്നെ പിത്തനാക്കണ്ടല്ലോ എന്ന് കരുതി എല്ലാവരും നോമ്പൊരു ക്ഷീണിച്ചിരിക്കല്ലേ. അപ്പോൾ എനിക്കൊരു അപ്പവും കറി എടുത്തിട്ടുണ്ട്. ഇനി ഇതുമൂന്നുള്ളത് ഓക്കും ചുട്ടെടുത്തു. അതിന് ലേശം പാലാക്കി എടുത്തു. ഇതുമൂന്ന് അതാ ജ്യൂസ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം മാത്രം കുടിച്ചിട്ടുള്ളൂ കേട്ടോ, ചായ ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് പാലാക്കി ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ചായയും കൂടി കയറ്റണ്ടല്ലോ എന്ന് കരുതി. ചിലപ്പോൾ തിന്ന് കഴിഞ്ഞിട്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക ചായ കുടിക്കാൻ പൂതിയാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 9-10 ആകുമ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് കരുതി. ഇതുമൂന്ന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ കറിയും. ഞാൻ സ്റ്റൂ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ അരക്കേണ്ടി വരുന്നതുകൊണ്ട് എൻ്റെ കെട്ടുവിന് അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇതുണ്ടാക്കിയില്ല കേട്ടോ, സ്റ്റൂ ഉണ്ടാക്കിയില്ല. ചിക്കൻ കറി തന്നെ, നോർമൽ ചിക്കൻ കറി തന്നെ ഉണ്ടാക്കിയത്. എന്തായാലും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു 10 മണി ഒക്കെ ആയപ്പോഴാണ് മോളുവിൻ്റെ ഹസ്ബൻഡ് വന്നത്. അപ്പോൾ ഓന് വന്ന പടയെ പാലൊക്കെ കൊടുത്തു. ഓന് അതൊക്കെ ഫുള്ള് കഴിച്ചു. ഓന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ നീനുട്ടി വന്നത്. ഇന്ന് ബസ് 5:30ക്കുള്ള ബസ്സാണ് കയറിയത്. അപ്പോൾ എത്തിയപ്പം 7 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കടിയൊക്കെ കഴിഞ്ഞാൽ വന്ന് പിന്നെ ഓക്ക് ജ്യൂസ് എടുത്ത് കൊടുത്തു, ഒക്കെ അപ്പൊക്കെ ചുട്ടെടുത്തു. പിന്നെ ആ ഒരു തിരക്കിലും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ കാലൊന്ന് ചെറുതായിട്ട് പടം മറിഞ്ഞു ചെയ്യുന്നുണ്ട്, അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനേ പറ്റിയില്ല. ഞാൻ എടുക്കണം കരുതിയിട്ടുണ്ടായിരുന്നു, കാരണം മക്കളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ 3 ആളുള്ള കലാപരിപാടി ഇതുമാണ് നിസ്കരിച്ചിടത്തുനിന്ന് നീച്ചു വന്നതാണ് കേട്ടോ. നീന് വന്ന സൗണ്ട് കേട്ട്. അപ്പോൾ എന്തായാലും നീനിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ, ഇന്നത്തെ വിശേഷങ്ങൾ. ഓള് പിന്നെ ജ്യൂസ് കുടിച്ച് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷമാണ് അപ്പൊക്കെ ചുട്ടു കൊടുത്തത്. ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഒറ്റ കിടത്തമായിരുന്നു. മോള് പിന്നെ ഒരു 10 മണിയായപ്പോൾ ഓള് പോയി ചെയ്തിട്ട് ഓള് ഐറൂസ് പോയതൊന്നും നീനുട്ടി കണ്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഓള് നല്ല ഉറക്കായിരുന്നു. പിന്നെ പറഞ്ഞാണ്ടി ഓക്ക് നല്ല ക്ഷീണുണ്ട് പറഞ്ഞാണ്ടിന്നും പറഞ്ഞു. ഐറൂസ് ഇതാവുന്ന കുരുത്തക്കേടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ.